ഹായ് ആൾ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെമ്പനീർപ്പൂവിൻ്റെ അടുത്ത ഭാഗമാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ഫസ്റ്റായിട്ട് കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണുക. അപ്പോൾ ഇന്നലെ കഴിഞ്ഞ ഭാഗം എന്ന് പറഞ്ഞാൽ ശ്രുതിക്ക് വേണ്ടിയിട്ട് ജോലി അന്വേഷിക്കുകയാണ്. അപ്പോൾ അവൾ ഫോണും പിടിച്ചിട്ട് കുറച്ച് സമയമായി ഇരുന്നിട്ട്. അപ്പോൾ മറ്റേ കുട്ടി വന്നിട്ട് പറയുകയാണ്, നീ അടുക്കളയിൽ പണിയൊന്നുമില്ല, നീ എന്താ ഈ ഫോണും പിടിച്ചിട്ട് രാവിലെ തന്നെ ഇരുന്നിനെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവൾ പറഞ്ഞു, അങ്ങനെയല്ലേ, ആ ശ്രുതിക്ക് വേണ്ടി ജോലി അന്വേഷിക്കാൻ നോക്കുകയാണ്. 1-2 ജോലി സെറ്റായിട്ടുണ്ട്. അപ്പോൾ മറ്റേവൾ പറയുകയാണ്, അതായത് ശ്രുതിക്ക് വേണ്ടി നീ ജോലി അന്വേഷിച്ചെന്താ, എല്ലാം ശരിയായി വരുമ്പോഴത്തേക്കും എനിക്കത് അവിടെ അങ്ങനെയാ ഇവിടെ ഇങ്ങനെയാ എന്നൊക്കെ പറഞ്ഞ് ശ്രുതി ഒഴിഞ്ഞു മാറും. അതിൻ്റെ കൂടെ അവൾ കൂട്ടിച്ചേർത്തു, ശ്രുതിക്ക് ഇഷ്ടപ്പെട്ട ജോലി കിട്ടാത്തത് കൊണ്ടല്ലേ ശ്രുതി ജോലിക്ക് പോകാത്തത്. അപ്പോൾ മറ്റേ കുട്ടി പറയുകയാണ്, ഇഷ്ടപ്പെട്ട ജോലി എന്നല്ല, നമുക്കൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഇഷ്ടപ്പെടലാണ് നമ്മൾ വേണ്ടത് എന്ന് പറയുകയാണ്. അപ്പോൾ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രുതിയും അവിടെ കയറി വരികയാണ്. അപ്പോൾ ശ്രുതിയെ കണ്ടപ്പോൾ അവൾ പറയുകയാണ്, ഇപ്പോൾ ശ്രുതിയെക്കുറിച്ച് പറഞ്ഞതേ ഉള്ളൂ എന്ന്. അപ്പോൾ ശ്രുതി ചോദിക്കുകയാണ്, എന്തിനാണ് എന്നോട് അർജൻറ്റായിട്ട് വരാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്? ശ്രുതിക്ക് 2-3 ഇടത്ത് ഞാൻ ജോബ് നോക്കി വെച്ചിട്ടുണ്ട്, ഞാനും 1-2 കമ്പനിയിൽ ജോലി നോക്കി വെച്ചിട്ടുണ്ട്. അപ്പം മറ്റേ കുട്ടി പറയാണ്, നോക്കി വെച്ചാൽ പോരാ, ജോലിക്ക് പോവുകയും വേണം. അപ്പോൾ ശ്രുതി പറയാണ്, മീര നീ മിണ്ടാതിരിക്കുക. ശ്രുതി, ഒരു കൊറിയൻ കമ്പനിയുടെ ബ്രാഞ്ച് ഇവിടെയുണ്ട്, അത് സെയിൽസ് റെപ്രസെൻറ്റേറ്റീവിൻ്റെ ഒഴിവുണ്ട്. അയ്യോ, അതൊന്നും എനിക്ക് സെറ്റാവില്ല ശ്രുതി. എന്തുകൊണ്ട് സെറ്റാവില്ല എന്ന്? അത് ഒരേ അലച്ചിലായിരിക്കും, ആളുകളുടെ മുമ്പിൽ പോയി നിന്നിട്ട് എഞ്ചണം, അതെനിക്ക് പറ്റില്ല. എന്നാൽ പിന്നെ വേറൊരെണ്ണമുണ്ട്, അത് കോൾ സെൻറ്ററിലാണ്, അതും നല്ല ജോലിയാണ്. അപ്പോൾ ശ്രുതി, കോൾ സെൻറ്ററിലോ? വേണ്ട വേണ്ട വേണ്ട, അതും എനിക്ക് വേണ്ട. അപ്പോൾ മീര പറയാണ്, അതിന് അലയണ്ടല്ലോ, ഒരിടത്ത് ഇരുന്നാൽ പോരെ? മതി, എന്നാലും ഒരു ഒറ്റ ഇരിപ്പങ്ങ് ഇരിക്കണ്ടേ? അത് ഒറ്റ ഇരുന്ന് കഴിഞ്ഞാൽ ബാക്ക് പെയിനൊക്കെ വരും. പിന്നെ ഓരോ സ്ഥലത്ത് വിളിച്ചിട്ട് കാർ ലോൺ വേണോ ഹൗസ് ലോൺ വേണോ എന്നൊക്കെ വിളിച്ച് ചോദിക്കണം. അപ്പോൾ അവർ നമ്മൾ ചാടിക്കടിക്കാൻ വേണ്ടി വരും. അപ്പം നമുക്കാണെങ്കിലോ ദേഷ്യവും വരും. വേറൊരു ജോബ് കാണിച്ചു കൊടുക്കുകയാണ്, ഇത് നോക്ക് ശ്രുതി, അതായത് ഇത് വേൾഡ് മുഴുവൻ ബ്രാഞ്ചുള്ളൊരു കമ്പനിയാണ്, ഇതിലൊരു അസിസ്റ്റൻറ്റ് മാനേജറെ പോസ്റ്റുണ്ട്. അപ്പോൾ ശ്രുതി ചോദിക്കുകയാണ്, ഇതിൻ്റെ ബ്രാഞ്ച് എവിടെയാ? ഇവിടെ നിന്ന് എത്ര ദൂരം ഉണ്ടാവും? ഒരു 20 കിലോമീറ്റർ ഉണ്ടാവും. അപ്പോൾ ശ്രുതി, അയ്യോ ദൂരം കൂടുതലാണല്ലോ, ദിവസവും പോയി വരാനും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ മീര പറയാണ്, എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യ്, നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്തൊരു ബ്രാഞ്ച് തുടങ്ങാൻ വേണ്ടി പറയാം അവരോട്. സിറ്റിയിലാണെങ്കിൽ കൊള്ളാമായിരുന്നു, കുറച്ചുകൂടി അടുത്തായേനെ. അപ്പോൾ ശ്രുതി പറയാണ്, സിറ്റിയിലൊരു കമ്പനിയിലും പണിയുണ്ട് മാനേജറെ പോസ്റ്റിൽ, അത് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിരുന്നു. ശ്രുതി അവിടെ പോകുന്നോ? അത് ശരിയാവോ? അത് എൻ്റെ ക്വാളിഫിക്കേഷന് പറ്റിയ ഒരു പണിയാണോ? അവിടെ പോയിരിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. അപ്പോൾ ശ്രുതി, അത് കറക്റ്റാ. ശ്രുതി ഓവർ ക്വാളിഫൈഡ് ആണല്ലോ. ശ്രുതി, നീ എനിക്ക് വേണ്ടി ചെയ്തു തരുന്ന ഉപകാരങ്ങൾക്കൊക്കെ താങ്ക്സ്. ഇനി കുറച്ച് നാളത്തേക്ക് എനിക്ക് ജോലിയൊന്നും അന്വേഷിച്ച് പോകേണ്ട. എന്തുകൊണ്ട്? അത് നമ്മുടെ വിവാഹം നടക്കാൻ വേണ്ടി പോവുമല്ലേ. അപ്പോൾ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ജോലി കിട്ടിയിട്ട് ലീവ് എടുക്കേണ്ടി വരും. പിന്നെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഹണിമൂണിനൊക്കെ പോകണ്ടേ, അതിനും ലീവ് വേണ്ടേ. അപ്പോൾ പിന്നെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ജോലിക്ക് ട്രൈ ചെയ്താൽ പോരെ? അത് കഴിഞ്ഞ് മീര പറയാണ്, അത് കഴിഞ്ഞാൽ പിന്നെ ഇവൾ പ്രഗ്നൻ്റ് ആവും, അപ്പോൾ അത് പ്രസവിച്ച് കുട്ടിയായി, അത് കഴിഞ്ഞാൽ പിന്നെ ലീവ് വേണം എന്ന് പറഞ്ഞ് പിന്നെ ലീവ് അപ്ലൈ ചെയ്യും. ഒരു കാര്യം ചെയ്യ്, 2ാമത്തെ കുട്ടി നടക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ജോലിക്ക് പോയാൽ മതി. ശ്രുതി ചോദിക്കുകയാണ്, മീര എന്നെ കളിയാക്കിയതാണോ? ഞാൻ കാര്യം പറഞ്ഞതാണ്. ശ്രുതി, വിവാഹത്തിന് ശേഷം ജോലിക്ക് പോകാം. ശരി, ശ്രുതിക്ക് എപ്പോൾ തോന്നുന്നു അപ്പം നമുക്ക് ജോലിക്ക് പോകാം. പിന്നെ വേക്കൻസി കണ്ടപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. താങ്ക്സ് ശ്രുതി. ശ്രുതി, ഭക്ഷണം കഴിക്കുന്നോ? വേണ്ട, ഞാൻ കഴിച്ചതാ. എനിക്കൊരു ഫ്രണ്ടിനെ കാണണം. പിന്നെ ഇവിടെ നിന്നൊരു 5-6 കിലോമീറ്റർ ബസ്സിന് പോകേണ്ട കാര്യം ആലോചിക്കുമ്പോഴാണ്. ശ്രുതി കുറച്ച് പൈസ എടുത്ത് ശ്രുതിക്ക് കൊടുത്തിട്ട് നീട്ടിയിട്ട് പറയാണ്, ഇത് വെച്ചോ, കാറിന് പോയിക്കോ. അപ്പോൾ അവൻ, അല്ല ഇതെന്താ ഞാൻ തന്നാൽ വാങ്ങിക്കില്ല എന്നുണ്ടോ? വെച്ചോ എന്ന് പറഞ്ഞ് ശ്രുതി അവൻ്റെ കയ്യിൽ പിടിപ്പിച്ചു. താങ്ക്സ് എന്ന് പറഞ്ഞ് അവനത് വാങ്ങിച്ചു. മീര, എന്താടി ഇത്, അയാൾക്ക് ജോലിക്ക് പോകണമെന്നൊന്നും ഒരു താല്പര്യവും ഇല്ല, മടിയനാണ് അയാൾ. ജോലിക്ക് പോകുന്നില്ലെങ്കിൽ പോകണ്ട, ശ്രുതിയെ ഞാൻ നോക്കിക്കൊള്ളാം എന്ന് ശ്രുതി പറയാണ് മീരയോട്. ശ്രുതിക്ക് എന്നോട് നല്ല സ്നേഹമാണ്, എനിക്കും അങ്ങനെ തന്നെ. ശ്രുതി പറയാണ്, ശ്രുതി എന്നും എൻ്റെ കൂടെ ഉണ്ടായാൽ മാത്രം മതി.
പിന്നെ കാണിക്കുന്നത് ചന്ദ്രയെയും നമ്മളെ രേവതിയെയാണ്. അപ്പോൾ രേവതി എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അടുക്കളയിൽ. അപ്പോൾ അവിടെ വന്നിട്ട് ചന്ദ്ര വിളിക്കുകയാണ്, ഡി എന്താ നീ കാണിക്കുന്നത്? അത് അരിയെടുക്കുന്നു. എന്തിന്? ചോറുണ്ടാക്കാൻ. നമുക്ക് കഴിക്കണ്ടേ? അപ്പോൾ ചന്ദ്ര പറയാണ്, അരി ഞാനെടുത്തോളാം, അതവിടെ വെച്ചിട്ട് മാറിക്കേ. എന്നിട്ട് മാറി അങ്ങോട്ട് എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര പറയാണ്, ബക്കറ്റ് എടുത്ത് പൊന്തിച്ച് പിടിച്ചിട്ട് വീടാകെ മാനം തുളച്ചി. പക്ഷേ ബക്കറ്റ് അങ്ങനെ തന്നെയുണ്ട്. ഇതിൽ അരി മിച്ചം വേണം, അരി മുഴുവനും തുടച്ചെടുക്കരുത് എന്ന് നിനക്കറിയില്ലേ? അമ്മേ, ആ പാത്രത്തിൽ അരി അത്രയേ ഉണ്ടായിട്ടുള്ളൂ. ഈ പാത്രത്തിൽ അരി ഒഴിയുന്ന നാൾ ഉണ്ടായിട്ടില്ല. നീ വന്നതോടെയാണ് ഇങ്ങനെയായത്. ഇത് അന്നലക്ഷ്മി വാഴുന്നിടം. ദാരിദ്ര്യം പിടിച്ച നീ വന്നതോടെ ഇവിടുത്തെ ഐശ്വര്യമാണ് പോയത്. അമ്മേ, ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? എന്നത്തെയും പോലെ ഞാനൊരു ജോലിയല്ലേ ചെയ്തത്? ജോലി? അമ്മേ, ഭക്ഷണം ഉണ്ടാക്കിയാൽ അരി തീരും. അതിനെന്തിനാ എന്നെ കുറ്റപ്പെടുത്തുന്നത്? നീ ഒന്നും ചെയ്യണ്ട. ഐശ്വര്യമില്ലാത്ത നിൻ്റെ കൈകൊണ്ട് തൊട്ടാൽ ഒന്നും നന്നാവില്ല. മുടിഞ്ഞു പോവുകയുള്ളൂ എല്ലാം. അപ്പോഴാണ് അച്ഛൻ അതുവഴി വന്നത്. നിന്നെ കെട്ടിയതോടെ നിൻ്റെ ഭർത്താവ് ഒരു വഴിയായി. അതുപോലെ നിനക്ക് ഈ വീടും ഒരു വഴിക്കാക്കണോ? അമ്മേ, വന്ന് കയറിയ പാടന്നെ ഈ വീടിൻ്റെ ഐശ്വര്യമാണ് പോയത്. നീ വന്ന് കയറിയപ്പോൾ അത് ഓരോ ദിവസം കഴിയും തോറും അത് കൂടിക്കൂടി വരികയാ. ദേ, നീ അരിക്കലത്തിൽ തൊട്ടാലുണ്ടല്ലോ പട്ടിണിയായിരിക്കും ഇവിടെ. ഇനി ഒരു മണി അരി പോലും അതിൽ വരില്ല. അതുകൊണ്ട് തൊട്ട് പോകരുത് നീ. അവൾ ഞെട്ടി വിറച്ചു. അമ്മ പറയാണ് അവളോട്, ഉപകാരമൊന്നും ചെയ്യണ്ട, ഉപദ്രവിക്കാതിരുന്നാൽ മാത്രം മതി. നീ അടുക്കളയിൽ കയറാതിരുന്നാൽ അത്രയും നല്ലത്. വന്ന് കയറിയപ്പോൾ തന്നെ വീടും കാലിയായി, അരിപ്പാത്രവും കാലിയായി. എന്ത് രാശിയാണാവോ നിൻ്റെ? അതും പറഞ്ഞ് ചന്ദ്ര അവിടെ നിന്ന് തിരിയാണ്. അപ്പോൾ അച്ഛൻ പറയാണ്, ചന്ദ്ര അവിടെ നിന്നേ, നീ അവിടെ പറയുന്നത് മുഴുവൻ ഞാൻ കേട്ടു. അല്ല, നീ ഇതെന്ത് ഭാവിച്ച ചന്ദ്രേ? എന്തിനാ രേവതിയോട് നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ആ പാവത്തിനെ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുത്തുന്നേ? പാവോ? ഈ വീട്ടിൽ ഇന്നേ വരെ അരിപ്പാത്രം കാലിയാവാറുണ്ടോ? അരിപ്പാത്രം കാലിയായാൽ അത് ദാരിദ്ര്യത്തിൻ്റെ ലക്ഷണമാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അതിന് നീ എന്തിനാ അവളെ കുറ്റപ്പെടുത്തുന്നേ? രേവതിയും സച്ചിയും അമ്മയുടെ അടുത്ത്, ഞാനും നീയാണെങ്കിൽ കല്യാണം വിളിക്കാൻ വേണ്ടി നാട്ടിൽ പോയിരുന്നു. ശ്രുതിയും ശ്രീകാന്തും പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നു. ഇവിടെ അരി കുറഞ്ഞ കാര്യം ആരും ശ്രദ്ധിച്ചു കാണില്ല. അരി വാങ്ങാത്തത് നമ്മളെ തെറ്റല്ലേ? അതിനെന്തിനാ അവളെ കുറ്റം പറയുന്നത്? എല്ലാ കാര്യവും നീ എന്തിനാ അവളുടെ തലയിൽ കൊണ്ടുപോയിടുന്നത്? ഓ, നിങ്ങൾ തേടിപ്പിടിച്ചു കൊണ്ടുവന്ന മരുമകളാണല്ലോ. അതാ അവളെ പറയുമ്പോൾ നിങ്ങൾക്ക് കൊള്ളുന്നത്. എപ്പോൾ അവൾ മരുമകളായിട്ട് വന്നുവോ അപ്പം തുടങ്ങിയതാ ഈ വീട്ടിലെ ദാരിദ്ര്യം. ഇങ്ങനെയുണ്ട് ഒരു ദാരിദ്ര്യം, ഐശ്വര്യക്കേട്. സുധിയുടെ കാശ് നഷ്ടപ്പെട്ടു. സച്ചിയുടെ കാറ് ഇങ്ങനെയുമായി. അതിപ്പോൾ ഇതാ വർക്ക്ഷോപ്പിൽ കിടക്കുന്നു. കയ്യിലുള്ള കാശൊക്കെ അതിനു വേണ്ടി പോവുക. ഇതിൽ നിന്നൊക്കെ എന്താ മനസ്സിലാക്കേണ്ടത്? നിനക്ക് തീരെ വിവരമില്ലാന്ന് മനസ്സിലാക്കണം. നിൻ്റെ മണ്ടൻ മോന് ഏതോ ഒരു പെണ്ണിൻ്റെ വായി കൊണ്ട് പോയി തുളച്ചതിന് കാശ് മുഴുവനും. എന്തിനാ അവളെ കുറ്റം പറയുന്നത്? സച്ചിയുടെ കാരണം ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അവളുടെ കുറ്റം. അവൾ കാരണമാണ്. സംഭവിച്ചതെല്ലാം ഇവള് കാരണമാണെന്ന് എന്താ അടിസ്ഥാനത്തിലാണ് നീ പറയുന്നത്? ജീവിതത്തിൽ നല്ല സമയം ഉണ്ടാവും, മോശ സമയം ഉണ്ടാവും. അതിങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. അതാ ഇപ്പോഴത്തെ അവസ്ഥ. നല്ലത് നടക്കുമ്പോൾ നീ കാരണമെന്ന് പറയും, മോശ സംഭവം നടക്കുമ്പോൾ രാശിയില്ല, ജാതകദോഷമാണെന്ന് പറഞ്ഞൊക്കെ അത് മറ്റുള്ളവരുടെ തലയിൽ കൊണ്ടുപോയി ചാർത്തും. ഇതൊക്കെ കഷ്ടാ. നിനക്ക് എന്താ വേണ്ട ചന്ദ്രേ? ഇത്രയും കാലം നല്ല സമയമായിരുന്നല്ലോ, എന്തുകൊണ്ട് പെട്ടെന്ന് മോശ സമയമായി? കഷ്ടകാലം എന്തുകൊണ്ടാണ് വന്നത്? അതിന് കാരണം ഇവളാണെന്നാണോ നീ പറയുന്നത്? അതെ, ഈ വീട്ടിൽ ഇനിയും 2 മരുമക്കൾ കൂടി വരാനുണ്ട്. അവർക്ക് നീ സ്നേഹവും പരിഗണനയും കൊടുത്തില്ലെങ്കിൽ അവരും നിനക്ക് തിരിച്ചു തരാൻ പോകുന്നില്ല. ഒരിടത്ത് കൊടുത്താൽ മറ്റൊരിടത്തുനിന്ന് കിട്ടും. ശ്രുതി ഞാൻ കണ്ടുപിടിച്ച മരുമകൾ. അവളെനിക്ക് സ്നേഹവും പരിഗണനയും ഒക്കെ വാരിക്കോരിത്തരും. അവളുടെ ബ്യൂട്ടി പാർലറിന് എൻ്റെ പേരിട്ടത് കണ്ടതല്ലേ? ഒരു മരുമകളെ തലയിലെടുത്ത് വെക്കുക, മറ്റൊരു മരുമകളെ താഴ്ത്തി കെട്ടുക. ഇതൊക്കെ നല്ല സ്വഭാവമാണ്. നീ ഇങ്ങനെ പെരുമാറിയാൽ വരാൻ പോകുന്ന മരുമക്കൾ രേവതിയെക്കുറിച്ച് എന്താ കരുതുക? ഓരോ കുറ്റം കണ്ടുപിടിച്ചോളും. രാശി, ജാതകദോഷം. അതേ, ഈ അരിക്കലത്തിൽ നിന്ന് നീ എടുത്താലും രേവതി എടുത്താലും അരി തീരും. അത് നീ വെച്ചാലും ചോറ്, രേവതി വെച്ചാലും ചോറ്. മനസ്സിലായോ? ഇതൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ട്. ചിലർ ജനിച്ച സമയം ശരിയായിരിക്കില്ല, അതുകൊണ്ട് അവർ തൊട്ടതൊന്നും ഗുണം പിടിക്കില്ല. അങ്ങനെയുള്ള ഒരുത്തിയാണ് ഇവള്. ദേ ചന്ദ്രേ, എൻ്റെ ക്ഷമക്കൊരു അതിരുണ്ട്, അത് പരീക്ഷിക്കരുത്. മനുഷ്യർക്കിടയിൽ രാശിയുള്ളവർ, രാശിയില്ലാത്തവർ, അങ്ങനെയുള്ള 2 ഭാഗങ്ങളില്ല. ആണും പെണ്ണും, അത്രയേ ഉള്ളൂ. മനുഷ്യൻ ജനിക്കുന്ന സമയത്തിലല്ല കാര്യം, ജീവിക്കുന്ന സമയത്താണ്.
ഏത് സമയത്ത് ജനിച്ചാലും ഒരു പ്രശ്നവുമില്ല. പിന്നെ വീട്ടിൽ വന്ന് കയറുന്ന മരുമക്കളെ മകളായിട്ട് കാണണം. അവരുടെ അച്ഛനും അമ്മയായിരിക്കണം നമ്മൾ. അവരെ സ്നേഹിക്കണം, വേദനിപ്പിക്കരുത്. അതേ, ഞാൻ പറയുന്നത് വല്ലതും നിന്റെ തലയിൽ കയറുന്നുണ്ടോ? നിങ്ങൾ വേണമെങ്കിൽ ഇവരുടെ അച്ഛനും അമ്മയും ആയിക്കോ. എന്നെ കൊണ്ടതിന് പറ്റില്ല. എന്നെ തിരുത്താൻ കഴിയില്ല ചന്ദ്രേ. പിന്നെ ഈ സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. നീ രേവതിയോട് ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. സംസാരിച്ചാൽ എന്ന് പറഞ്ഞ് അച്ഛൻ അവിടെയൊന്നും പോയി. രേവതി അമ്മയെ ഒന്ന് നോക്കിയിട്ട് തിരിഞ്ഞു നിന്ന് കരയാണ്. അപ്പോൾ അവർ നടന്ന് അവിടെ എത്തി. എന്നിട്ട് ചോദിക്കുകയാണ്, എന്തിനാ കരയുന്നത്? സന്തോഷക്കണ്ണീറാ? എന്തിനും ഏതിനും രവിയേട്ടൻ നിന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ, അതിൻ്റെ സന്തോഷക്കണ്ണീറായിരിക്കും അല്ലേ? കൂടാതെ എന്നെ വഴക്ക് പറയുകയും ചെയ്തല്ലോ. അദ്ദേഹം കൂടെയുണ്ടെന്നുള്ള ധൈര്യത്തിൽ ഞാൻ പറയുന്നത് അനുസരിക്കാതിരുന്നാൽ വിവരം അറിയും നീ. വീണ്ടും അമ്മ പറയാണ് രേവതിയോട്, നീ എന്തിനാ അടുക്കളയിൽ നിൽക്കുന്നത്? ഭക്ഷണം ഉണ്ടാക്കാനോ? ഇനി ഈ അരിപ്പാത്രത്തിൽ തൊട്ടു പോകരുത്. ആവശ്യമുണ്ടെങ്കിൽ അരി ഞാനെടുത്ത് തരാം. അവിടുന്ന്. പോകാനല്ലേ എന്ന് പറഞ്ഞത് അവളെ അവിടെ നിന്നും ആട്ടിപ്പായിച്ചു. അത് കഴിഞ്ഞ് കാണിക്കുന്നത് സച്ചി കാറ് ഓടിച്ചിട്ട് പോവുകയാണ്. ആ സമയത്ത് രേവതി സച്ചിയെ വിളിക്കുകയാണ്. കോൾ വന്നപ്പോൾ സച്ചി ചോദിക്കുന്നത്, ഭക്ഷണം റെഡിയായോ? ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരുന്നുണ്ട്. ഞാൻ എളുപ്പം റെഡിയാക്കാം. അപ്പോൾ നീ ഈ സമയം വരെ എന്തെടുക്കായിരുന്നു? എന്നാൽ ശരി, വേഗം ഉണ്ടാക്കാൻ നോക്ക്. പിന്നെ ഞാൻ നിനക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനം വാങ്ങിയിട്ടുണ്ട്. ഞാൻ വരുമ്പോൾ കൊണ്ടുവരാം കേട്ടോ. എന്ത് സാധന? അവൾ സന്തോഷത്തോടെ ചോദിക്കുകയാണ്. ഇല്ല, അത് പറയില്ല. നീ കൊണ്ടുവരുമ്പോൾ കണ്ടാൽ മതി. അവൾ ഫോൺ പിടിച്ച് അവിടെ നിൽക്കുന്ന സമയം കൊണ്ട് ചിന്തിക്കുകയാണ്. അദ്ദേഹം വരുന്നതിന് മുമ്പേ എങ്ങനെയെങ്കിലും ഭക്ഷണം ഉണ്ടാക്കണം. അപ്പം അവൾ എളുപ്പത്തിൽ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിൽ വന്നിട്ട് അരിപ്പാത്രത്തിൽ നിന്ന് അരിയെടുക്കുകയാണ്. അപ്പോൾ അരിയെടുക്കുന്നതിനിടയിൽ അവൾ ചിന്തിച്ചു, മേലിൽ ഈ അരിപ്പാത്രത്തിൽ നീ തൊട്ടുപോകാൻ പാടില്ല എന്ന് അമ്മ പറഞ്ഞ കാര്യം. അപ്പോൾ അവൾ അരിയൊക്കെ അങ്ങോട്ട് വീണ്ടും തട്ടിയിട്ട് അമ്മയെ അന്വേഷിച്ച് വരികയാണ് അരി എടുത്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അമ്മ ഉറങ്ങുകയാണ്. അപ്പോൾ അവൾ സംശയിച്ച് അവിടെ നിൽക്കുകയാണ്. കാരണം ഉറക്കിൽ വിളിച്ചു കഴിഞ്ഞാൽ അതും എന്നെ വഴക്ക് പറയും. ഭക്ഷണം ഇനി എങ്ങനെ ഉണ്ടാക്കും? അദ്ദേഹം ഭക്ഷണം കഴിക്കാനായിട്ട് വരുന്നുണ്ടല്ലോ. അരിപ്പാത്രത്തിൽ നിന്ന് അരിയെടുത്താൽ അതും വഴക്ക് കിട്ടും. സമയത്തിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ടില്ലെങ്കിൽ അതും വഴക്ക് കേൾക്കും. എന്തായാലും അദ്ദേഹത്തിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തല്ലേ പറ്റൂ. അരിയെടുക്കാം. അവൾ അരിയെടുക്കുമ്പോഴേക്കും അവർ വീണ്ടും എത്തി. ഡി, അരിപ്പാത്രത്തിൽ തുടരുത് എന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ? പാത്രത്തിൻ്റെ മുകളിൽ നിന്ന് കൈയെടുക്കാൻ എന്നല്ലേ പറഞ്ഞതെന്ന് പറഞ്ഞ് കൈ തട്ടി മാറ്റി. എന്നിട്ട് പറയുകയാണ്, നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? അരി എടുത്തു തരണമെങ്കിൽ എന്നോട് പറയണം. ഞാൻ തരുമെന്നോ എടുക്കാൻ നീ പാടില്ല എന്നും ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ? അരി എടുത്തു തരാൻ വേണ്ടി പറയാൻ വേണ്ടി അമ്മയുടെ അടുത്ത് വന്നതാണ്. പക്ഷെ അമ്മ നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ ശല്യപ്പെടുത്തണ്ടായെന്ന് കരുതി ഞാൻ തിരിച്ചു വന്നതാണ്. ഭക്ഷണം ഉണ്ടാക്കേണ്ട സമയവും കഴിഞ്ഞില്ലേ? പിന്നെ സമയത്തിന് ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ അമ്മ തന്നെ എന്നെ വഴക്ക് പറയും. പിന്നെ അദ്ദേഹവും ഭക്ഷണം കഴിക്കാൻ വരുന്നുണ്ട്. ഞങ്ങൾ പട്ടിണി കിടന്നാലും സാരമില്ല, ഈ അരിപ്പാത്രത്തിൽ നീ തൊട്ടുപോകരുത്. നീ തൊട്ടാൽ അനുഭവിക്കുന്നത് ഞങ്ങളാ. അപ്പോൾ അവൾ പറയാണ്, എന്താ അമ്മേ, എനിക്ക് മനസ്സിലാകുന്നില്ല അമ്മേ. ഇതിന് മാത്രം എന്ത് ദ്രോഹ ഞാൻ ചെയ്തത്? നീ കാരണം ഉണ്ടായ ദ്രോഹങ്ങളൊന്നും പോരെ? എല്ലാം നിനക്ക് അറിഞ്ഞൂടെ? എന്നിട്ട് നീ എന്താ അറിയാത്ത ഭാവം നടിക്കുന്നു? അമ്മയുടെ അടുത്ത് പോയിട്ട് ഞാൻ നായയെ പോലെ ജോലി എടുത്തിട്ടാ ഞാൻ ആ കാശ് വാങ്ങിച്ചു കൊണ്ട് വന്നത്. അതിൽ നിന്ന് 1 രൂപ പോലും ഞാൻ എനിക്ക് വേണ്ടി ചിലവാക്കിയിട്ടില്ല. അതിൽ അധികവും എൻ്റെ കയ്യിൽ നിന്ന് പോയി. അപ്പോൾ രേവതി പറയാണ്, അതിന് ഞാനെന്ത് പിഴച്ചു? ആ കാശ് ഞാനെടുത്തത് പോലെയാണല്ലോ അമ്മ പറയുന്നത്. നിന്റെ കണ്ണ് കൊണ്ടില്ലേ അതിന്? പിന്നെ കാശ് പോകാൻ അതുപോരെ? കല്യാണ ഡ്രസ്സും ആഭരണങ്ങളും ഒന്നും എടുത്തു തന്നെ നിനക്ക് ഇഷ്ടപ്പെട്ടില്ല. അതിൻ്റെ പുറമെ അമ്മ എനിക്ക് കാശ് തന്നതും നിനക്ക് ഇഷ്ടപ്പെട്ടില്ല. അതിൻ്റെ മുകളിൽ നീ കണ്ണുവെച്ചു. അതുകൊണ്ടാ കാശ് വേറെ വഴിക്ക് പോയത്. എല്ലാത്തിനും രവിയേട്ടനെ പറഞ്ഞാൽ മതിയല്ലോ. നാട്ടിൽ വേറെ പെണ്ണില്ലാത്ത പോലെ രാശിയില്ലാത്ത നിന്നെ കൊണ്ടുവന്ന് ഇവിടെ പ്രതിഷ്ഠിച്ചു. പൊയ്ക്കോ അടുക്കളയെന്ന്. ഇനി എൻ്റെ അനുവാദമില്ലാതെ അരിപ്പാത്രത്തിൽ തൊട്ടാൽ കൈ ഞാൻ വെട്ടും. പൊയ്ക്കോ. പോകാനല്ലേ പറഞ്ഞേ എന്ന് പറഞ്ഞ് തള്ളി മാറ്റുകയാണ് രേവതിയെ. എന്നിട്ടും അവൾ പോകുന്ന വഴി സങ്കടത്തോടെ അച്ഛനടുത്ത് പറയാണ്, അച്ഛാ, ഭക്ഷണം എളുപ്പം റെഡിയാവും. അവൾ റൂമിൽ വന്ന് കരയാണ്. അപ്പോഴാണ് അച്ഛമ്മയുടെ കോൾ വന്നത്. അപ്പോൾ അച്ഛമ്മയോട് അവൾ കരഞ്ഞുകൊണ്ടാണ് സംസാരിക്കുന്നത്. അച്ഛമ്മേ, എന്താ അച്ഛമ്മേ? അച്ഛമ്മ എന്തിനാ വിളിച്ചത്? എന്താ മോളെ നീ കരയുന്നത്? ഒന്നുമില്ല അച്ഛമ്മേ. അച്ഛമ്മ എന്താ വിളിച്ചത്? ഞാൻ നിൻ്റെ സുഖവിവരം അറിയാൻ വേണ്ടി വിളിച്ചതാ മോളെ. മോളെന്തിനാ കരയുന്നേ? അച്ഛമ്മയോട് പറ. അച്ഛമ്മേ, എനിക്കിവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല അച്ഛമ്മേ. ഞാൻ അങ്ങോട്ട് വരട്ടെ? ഞാൻ അച്ഛമ്മയുടെ കൂടെ താമസിച്ചോട്ടെ? എന്താ മോളെ, അതിന് മാത്രം എന്താ ഉണ്ടായേ? അങ്ങനെയാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ ഉടൻ വരുന്നതാണ്. അതുവരേക്കും സീ യു ഓൾ.